ഗൈസ് റിബലിന്റെ ചാനൽ പിന്നെ എല്ലാവർക്കും അറിയാലോ, എല്ലാവർക്കും അറിയാം റിബലിന്റെ ചാനൽ. പിന്നെ ഇവിടെ പുതുതായിട്ട് വന്ന ഓഡിയൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അവരുടെ മറ്റേ സ്ക്രീൻ ഷെയർ തരാൻ വേണ്ടിയിട്ടല്ല ഗൈസ്. ബ്ലൈൻഡ് റിബൽ സബ്സ്ക്രൈബ് ചെയ്യ്. അതോടെ അത് നമുക്ക് എടുത്തു വെച്ചിട്ട് അതോടെ സബ്സ്ക്രൈബ് ചെയ്ത് തരാം. അപ്പൊ അതും കൂടിയാണ് 149 ആണ് ഗൈസ്. അത് 149 1000 മതി. 1000 എല്ലാരും ഡു സബ്സ്ക്രൈബ് റിബൽ. അപ്പൊ ഞങ്ങള് അങ്ങനെ തുടങ്ങിയതാ, അന്ന് തുടങ്ങിയതാ. ഇത്രയും വർഷം എടുത്ത്, സത്യം പറയാലോ ഇത്രയും വർഷം എടുത്ത് ഇവിടെ വരെ എത്താൻ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കായിരുന്നു, മുമ്പ് അത്ര നാളായി. ലൈക്ക് നമ്മളിപ്പം അതായത് നമ്മൾ RP 5 വർഷം 5 വർഷം ആവാൻ പോവാ ഈ അടുത്ത മാസം. അല്ല ഈ 19-ാം തീയതി, ഈ 19 5 വർഷം 5 years of TV. നമ്മള് അപ്പൊ ഞാനത് എന്താ ആലോചിക്കാറ് പറഞ്ഞാൽ നമ്മൾ PUBG നമ്മൾ 5 വർഷം ശരിക്കും കളിച്ചിട്ടില്ല. നമ്മൾ 4 വർഷം നമ്മൾ കളിച്ചത് PUBG അല്ലെ. 3.5-4 വർഷം വെറുതെ കണക്കൂട്ടിയപ്പോഴത്തേക്കും നമ്മൾ ഈ ഫീൽഡില് കുറച്ച് അധികമായി എന്നിങ്ങനെ സത്യം. ഫീൽഡിൽ കുറച്ച് ആളായി. ബ്ലൈൻഡ് റിബൽ സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്യുക. അവന് 149K 149. എനിക്ക് ഈ ഒരു കാര്യം പറയുമ്പം നമുക്ക് എപ്പോഴും പറയാനുള്ള ഒരാളുണ്ടളിയാ, MRC ഗോകു. ഞങ്ങളെ രണ്ടുപേരെയും സ്മരിക്കുന്നു നമ്മൾ. ആദ്യമായിട്ട് ഒരു റെപ്യൂട്ടഡ് ക്ലാനിൽ അവസരം തന്ന ഗോകുവിനെ സ്മരിക്കുന്നു. അതുപോലെ കുറെ പേരുണ്ട് പറയാൻ. ഞങ്ങൾ എല്ലാരെയും ഓരോ വട്ടം പറയാത്ത രഞ്ജു ചേട്ടന്, അനീഷ് ചേട്ടന്, അഞ്ജുനാഥ് ബ്രോ, കുറെ പേരുണ്ട് നമുക്ക് പറയാൻ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഈ ത്രൂ ഔട്ട് ദ ജേണിയിൽ നമ്മുടെ കൂടെ നിന്ന ആൾക്കാർ. ശരത്തേട്ടൻ അങ്ങനെ ഓരോ പേരുണ്ട്. ശരത്തേട്ടൻ ഓൾറെഡി നമ്മൾ താങ്ക് യു പറഞ്ഞല്ലോ. അപ്പൊ കൊറേ പേരുണ്ട്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. എല്ലാവർക്കും ദൊറോത്തി, പിന്നെ അശ്വിൻ ചേട്ടൻ, ജീസമല്ല, ജോൺ വിക് ബ്രോ, കൊറേ പേരുണ്ട് ഗൈസ്. കൊറേ പേര്, ഒത്തിരി പേരുണ്ട് ഗൈസ്. 149. അപ്പൊ ഡബിൾ ചെലവേ. നമ്മള് 150K അടിക്കുകയാണ് കേട്ടോ. 150K ആവേണെന്ന്. അത്ര ഉള്ളോ. അപ്പൊ എല്ലാരും അതിന്റെ സന്തോഷത്തിന് ഇല്ല ഇതിന് സന്തോഷത്തിന് ഞാൻ ചെലവില്ല. നിങ്ങളൊക്കെ എനിക്ക് ചെലവ് ചെയ്യണം. ഞാൻ ഇറങ്ങുവാ. ഞാൻ ഒന്ന് പത്തനംതിട്ട വരെ പോയിട്ട് സബ് അക്കൗണ്ട് എത്രയായിരുന്നു? ബാബു ഇന്റർനാഷണൽ ട്രിപ്പ് പോയപ്പോ എനിക്കൊരു സാധനം മേടിച്ചോണ്ട് വെച്ചിട്ടുണ്ട് കേട്ടാ. അത് തരാൻ വേണ്ടി ഇങ്ങോട്ട് പത്തനംതിട്ടയിലോട്ട് വരുമെന്ന് പറയുന്നുണ്ട്. ഇങ്ങോട്ട് വരുമോന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ട്രിവാൻഡ്രത്തും അല്ലായിരുന്നു. നമുക്ക് എല്ലാവർക്കും ആയിട്ട് വന്ന് ഇങ്ങനെ രാത്രി 800 കേക്കൊക്കെ മുറിച്ചൊരു $802 200 കൂടി മതി. 200 കൂടി. അതായത് ആക്ച്വലി ഈകളിപ്പോ ലൈവ് കാണുന്നുണ്ടോ നമ്മുടെ ലൈവ്? അതോ അവൻ ഇവിടെ ലൈവിലുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഒരു കൺഗ്രാറ്റ്സ് കൂടി പറയാനായിരുന്നു. അതാണ് ചോദിച്ചത്. ഇവിടെ ലൈവ് ആണെന്നുണ്ടെങ്കിൽ കൺഗ്രാറ്റ്സ് ഫോർ 800K. റീമർ ഉണ്ടാകുന്നു. റീമറെ കൺഗ്രാറ്റ്സ് ഫോർ 250K. രണ്ടോർക്കും കൺഗ്രാറ്റ്സ്. താങ്ക് യു ഉണ്ടോ? ഈകൾ 800K റബൽ 150 കൂടി 150 ഗൈസ്. അതോടെ ഇന്നപ്പം 3 പേര് ഇന്നത്തെ മൈൽ. എല്ലാരും ഹാപ്പി. പറയാൻ പാടുണ്ടോന്ന് അറിയില്ല. ഒരാള് സഭ്യല്ലേ ഇതറിഞ്ഞത് നേരത്തെ പോയിരുന്ന അപ്പുറത്തിരുന്ന് പറഞ്ഞിട്ട് കോൺട്രവേഴ്സിക്ക് വേണ്ടിട്ടേ കിക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഒരു 10,000 ഒരു 5,000 പേരിൽ വന്നിട്ടുണ്ട്. അവരോട് പറയാനുള്ളത് ഇവരൊക്കെ ഓരോരുത്തന്മാര് കാണിക്കുന്നത് അത് കറക്റ്റ് നോക്കിയതല്ല. എവിടെ നോക്കിയ സത്യല്ലേ? സഹിക്കാത്തത് ഓരോരുത്തന്മാരുടെ. 50. റാൻഡം റൈഡ് ആണോ? റാൻഡം റൈഡ് ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുത്താലോ ഇന്നത്തെ സന്തോഷത്തിന്?
ഞാനിപ്പോ എത്തി ഈ ഇപ്പൊ ഇറാങ്കല്ലോട്ട് ഫ്ലൈറ്റിൽ കൊടുക്കാം. എനിക്ക് ഓൾറെഡി അറിയാലോടാ എല്ലാവർക്കും. സാധനം തപ്പുമായിരുന്നു ഗൈസ്, അത് കിട്ടിയില്ല. മെന്നിയുടെ ചാനൽ എല്ലാവർക്കും അറിയാം ഗൈസ്. നമുക്കൊരു റാൻഡം റൈഡ് കൂടെ ചെയ്തങ്ങ് നിർത്താം. മെന്നിയുടെ ഒക്കെ ചാനൽ നമ്മുടെ വ്യൂവേഴ്സ് എല്ലാവർക്കും അറിയാം. അതെ 978 25 സബും കൂടി 250. അങ്ങനല്ല guys, നമുക്കൊന്നും അറിയാത്ത റാൻഡം ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കാം. 150k സൈഡിലെടുത്ത് ഞാൻ Let's go. 100 സബും കൂടെ 150k guys. 150k guys. Let's go. ഏതാ? Thank you so much guys. Thank you so much and thanks for the ride. Thanks for the ride. 150k. Let's go. Let's go. Guys, എനിക്ക് സൂപ്പർ ചാറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ് ഇന്ന്. ഞാൻ 2 ദിവസം മുമ്പാണ് 17 Pro Maxിലോട്ട് ഡേറ്റ എല്ലാം മാറ്റിയത് എൻ്റെ. അപ്പോൾ ഗൂഗിൾ പേ മറ്റേ ഇതെല്ലാം ഇതായി റീ രജിസ്റ്റർ ചെയ്യേണ്ട വന്നുകൊണ്ട് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേ പുതിയ ഇതിനകത്ത് ഇതാക്കുമ്പം 5000 രൂപ 4000 രൂപ എന്തോ ലിമിറ്റ് ഉള്ളൂ. അത് വെരിഫിക്കേഷൻ ലിമിറ്റ് ഉള്ളൂ. അതാ പ്രശ്നം. എനിക്ക് സൂപ്പർ ചാറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാ പ്രശ്നം. എൻ്റെ ലിമിറ്റ് കഴിഞ്ഞ് 5k ലിമിറ്റ്. അതെ അത് ആ ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഗൈസ് എല്ലാവർക്കും. മലയാളം ലൈവ് സ്ട്രീംസ് ഗെയിമിംഗ് കൊടുക്കാം. ഗെയിമിംഗ് എന്ന് ഞാൻ സെർച്ച് ചെയ്തതാണ് വെറുതെ. ഞാൻ ജസ്റ്റ് പബ്ജി ഒന്ന് കളിച്ചിട്ട് എല്ലാവർക്കും ബൈ. താങ്ക് യു. സ്ക്രീൻ ಈಗಲ ಅಪ್ಪಡಿ കിടക്കോ ലൈവ് കാണാം. എൻസോ ഗെയിമിംഗ് 9 വാച്ചിങ്. VGMA മലയാളം അവലോൺ ഗെയിമിംഗ് പുള്ളിക്ക് കൊടുക്കാം 3 വാച്ചിങ്ങേ ഉള്ളൂ ഗേസ്. 3 വാച്ചിങ്ങേ ഉള്ളൂ. പുള്ളിക്ക് കൊടുക്കാം. ഒരു വാച്ചിങ്. ഫിനിഷർ ഗെയിം കൂടെ കൂടാ. പബ്ജി ഇതാടും നല്ല ലൈക്ക് ഒരു വാച്ചിങ് കൊടു ഗൈസ്. എല്ലാരും ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ട് പുള്ളികൾ ഒന്ന് സബ് ചെയ്തിട്ട് വന്നാൽ മതി. ഞാൻ ഇവിടെ ഒരു വാച്ചിങ് ഉള്ളു ഗൈസ്. മീനുകുട്ടിക്കൊക്കെ കൊടുക്കാൻ ഗൈസ്. നമ്മൾ ഡെയിലി RP ചെയ്യുന്നവരല്ലേ, എല്ലാവർക്കും അറിയാം ഗൈസ്. RP ഓഡിയൻസിന് എല്ലാവരും ചില്ല. നിങ്ങൾ ആരും ഒരു സപ്പോർട്ടും ഇല്ലാതെ ഇങ്ങനത്തെ കുറെ PC ഗെയിമേഴ്സ് ഉണ്ട് ഗൈസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ. അവർക്ക് ആർക്കെങ്കിലും കൊടുക്കാം ഗൈസ് നമുക്ക്. ലെറ്റ്സ് ഗോ. നിങ്ങൾ എല്ലാരും ഒന്ന് ഒന്ന് പിൻ ചെയ്ത് വെക്കോ. എല്ലാരും ഒരു മെസ്സേജ് ഇടാ പുള്ളിക്ക് സന്തോഷം. സബ്സ്ക്രൈബേഴ്സ് ഉള്ള മോഡാണ് കേട്ടാ. മൂടില്ല. സബ് ചെയ്ത തന്നെ ഇൻസ്റ്റന്റ് ഇല്ല എനിക്ക് പറ്റുന്നില്ല. ഗൈസ് എല്ലാരും ഒന്ന് ഇത് നോക്കി റൈഡ്. ചത്താലും കുഴപ്പമില്ല, അവിടെ നിന്ന് മരിക്കാണ്. ഗൈസ് അവിടെ 294 317 പേരെ ചെന്നുള്ളൂ. നിങ്ങൾ കുറച്ച് പേരോടെ ചെന്ന് പുള്ളി ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ലെറ്റ്സ് ഗോ. ഞാൻ ഇവിടെ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഒന്ന് ചെന്ന് സപ്പോർട്ട് ചെയ്യും പ്ലീസ്. എനിക്കറിയാം അതൊരു ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇന്ന് നമുക്ക് നല്ലൊരു ദിവസത്തില് പുള്ളിക്ക് ഒരു ഇത് കൊടുക്കാം. എന്തായാലും ഞാൻ ഈഗിളോ വന്ന് ഞാനൊരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യും.
ഓ പാട്ടുകാരനാട്ടോ. അപ്പൊ എന്തൊരു പാട്ട് പോയി. എന്റെ ലൈവ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രോന് വേണ്ടി ടിക്കറ്റ് ഞാൻ ബ്രോ വരുമ്പോ പാടാൻ വെച്ച പാട്ടാണ്. നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. സത്യം എന്നെങ്കിലും ഞാൻ ഇവിടെ എത്തുമെന്ന് പുള്ളിക്ക് അറിയാമായിരുന്നു. വിശ്വാസം കളിയില് ഞാൻ ബ്രോന് വേണ്ടി ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യാൻ ഗൈസ്. അയ്യോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല. ബ്രോ താങ്ക് യു ഫോർ ദി റൈറ്റ്. എനിക്ക് ഇപ്പോഴും അതെ ചങ്ക ഇടിച്ചോണ്ടിരിക്കുന്നു സത്യം പറയണെങ്കിൽ. ഞാൻ ബ്രോന് വേണ്ടി ഒരു സോങ് ഞാനൊരു പാട്ട് പാടുന്നുണ്ട്. ചിലപ്പോ എന്നെ കയ്യൊക്കെ വിറക്കണ്ട് സത്യം പറയണെങ്കിൽ. ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത് എനിക്ക് ചാറ്റ് ഒന്ന് കണ്ടിട്ട് മനസ്സിലാവണം കൂടിയില്ല. ഇപ്പൊ ഫുൾ സ്ക്രീൻ ആക്കുമ്പോ ചാറ്റ് അങ്ങനെ വരുമല്ലേ? അത് റൈറ്റ് കട്ട് ചെയ്താൽ മതി. റൈഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. ക്ലോസ് ആക്കി ഇല്ലല്ല കിടന്നു ഗൈസ് വന്നവർക്ക് എല്ലാവർക്കും ഇക്ബിൾബ്രോന്റെ ചാറ്റിൽ നിന്ന് വന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ മിണ്ടല്ലേ കേക്കുന്നില്ല ബ്രോ. വെർട്ടിക്കൽ ഡ്രൈവും ഹോറിസോൺ ലൈവും നമുക്കുണ്ട്, കുഴപ്പമില്ല. എന്തായാലും വെർട്ടിക്കൽ ലൈവിലാണ് എല്ലാവരും വന്നിട്ടുള്ളത്. ഞാൻ എന്തായാലും ഒരു സോങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യാം. എനിക്ക് അറിയാവുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്തായാലും ഇതിൽ ഞാൻ എന്തായാലും ഡെഡ് ആവും കൺഫേം. കൈകാലൊക്കെ പറയുന്നുണ്ട്. വെണ്ണിലാവ് പോലും നിനക്കിന്നെരിയും വേനലായി, വർണ്ണരാജി നീട്ടും വസന്തം വർഷശോഖമായി, നിന്റെ ആർദ്രഹൃദയം തൂവൽ ചില്ലുടഞ്ഞ പടമായി, നിന്റെ ആർദ്രഹൃദയം തൂവൽ ആള് നെർവസാണ്, അത് കേട്ടാ അറിയാടാ. ഇരുളിൽ പറന്ന മുറിവേറ്റു പാടുമൊരു പാവം പൂവൽ കിളിയായി നീ, ആരോ വിരൽ നീട്ടി മനസ്സിൻ വീണയിൽ ഏതോ മിഴിനീരിൻ ശ്രുതി നീട്ടുന്നു മോകം, തളരും തനുവോടെ ഇടറും മനമോടെ വിടവാങ്ങുന്ന സന്ധ്യേ, വീരഹാർദ്രയായ സന്ധ്യേ, ഇന്നാരോ വിരൽ നീട്ടി മനസ്സിൻ മൺവീണയിൽ, പാതിമാഞ്ഞ മഞ്ഞിൻ പതുക്കെ പെയ്തൊഴിഞ്ഞ മഴയിൽ, എനിക്ക് കാറ്റിൽ വിളക്കായി കാത്തു നിൽപ്പതാരേ, നിന്റെ മോഹശകലം പീലി ചിറകൊടിഞ്ഞ ശലഭം, നിന്റെ മോഹശകലം പീലി ചിറകൊടിഞ്ഞ ശലഭം, മനസ്സിൽ മെനഞ്ഞ മഴവില്ലുമാക്കുമൊരു പാവം കണ്ണീർ മുകിലായി നീ, ആരോ വിരൽ നീട്ടി മനസ്സിൻ മൺവീണയിൽ. താങ്ക് യു. അയ്യോ കിടിലം ബ്രോ, എന്റെ അമ്മോ. എന്താ പറയാ, ജീവിതത്തിൽ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു മൊമെന്റ് ആണ്. ഓൾ ദ വെരി ബെസ്റ്റ് മച്ചാ, കീപ് സ്ട്രീമിംഗ്. കേറി വാ. സത്യം പറയാം, ഇന്നാണ് എന്റെ ചാനല് മോണിറ്റൈസ് ആയത്. ഇന്ന് ചാനൽ മോണിറ്റൈസ്, ഇന്നാണ് ഈ സൂപ്പർ ചാറ്റും എല്ലാ സംഭവം വന്നിട്ടുള്ളത്. ആടാ എനിക്കൊരു സൂപ്പർ ചാറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോടാ. സത്യം പറയാം, ഞാൻ ഒരുപാട് എന്താ പറയാ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു 400-500 ദിവസമൊക്കെ ഇരുന്ന് ലൈവ് ചെയ്തിട്ടാണ്. ബ്രോ എനിക്ക് ഫസ്റ്റ് തന്നിട്ട് ഒരു മോട്ടിവേഷൻ ആയിരുന്നു, എടാ എല്ലാരും ലൈവ് ചെയ്യുന്നുണ്ട്, എല്ലാരും സ്ട്രീം ചെയ്യുന്നുണ്ട്, പക്ഷെ
എന്താ പറയാ വ്യൂവേഴ്സിന് ഇഷ്ടമുള്ള സ്ട്രീം ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു നല്ല സ്ട്രീമർ ആവണെന്നുള്ളത്. ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടോ? പറഞ്ഞിട്ട് മാത്രമാണ് ഞാൻ സ്ട്രീമിംഗ് നിർത്താണ്ടിരുന്നത്. നോക്കട്ടെ പേരെന്താ പുള്ളിയുടെ? ഫിനിഷർ ഗെയിം. Finisher പറഞ്ഞിട്ട് മാത്രമാണ് ഞാൻ സ്ട്രീമിംഗ് നിർത്താണ്ടിരുന്നത്. അപ്പോ അത് Finisher അന്ന് of the continue ചെയ്ത് gaming. കൊണ്ടുപോയി. ഇന്നിപ്പോ കുറച്ചധികം ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും എന്താ പറയാ നമുക്ക് ലൈവില് ഇപ്പൊ മോണിറ്റൈസ് ആയി. ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് റൈഡ് കിട്ടുന്ന പറഞ്ഞാൽ സത്യം പറയാം ഓ എടാ ഞാനേ നവംബർ കഴിഞ്ഞ വർഷം നവംബറില് ഞാൻ പുള്ളിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ഗൈസ്. ഇതേ കണ്ട എല്ലാവർക്കും എടാ എല്ലാരും സ്ട്രഗിൾ ചെയ്താണ് സക്സസ്ഫുൾ ആണെന്ന്. നമുക്ക് പുള്ളി എന്തോ സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞ എന്തോ മെൻഷൻ ചെയ്ത് എന്നെ ഇട്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഗെയിം അല്ല, ഓഡിയൻസിന്റെ കൂടെ ഇഷ്ടപ്പെടുന്ന ഗെയിംസ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. സ്ട്രീമിംഗ് എന്ന് പറയുന്നത് വെറുതെ ഗെയിം പ്ലേ മാത്രമല്ല, എന്റർടൈൻമെന്റ് ഒരു വലിയ ഫാക്ടറാണ്. എല്ലാം ഓക്കെ ആവും. ഓൾ ദ വെരി ബെസ്റ്റ്. വിചാരിച്ചാ മതി വിസ്ഡം. ലെറ്റ്സ് ഗോ ബ്രോ, ലെറ്റ്സ് ഗോ. അയ്യോ എനിക്ക് സൂപ്പർ ചാറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം. ഞാൻ എന്റെ ഇത് ഫിക്സ് ആവുമ്പോൾ ഞാൻ ഒരു ദിവസം ചാനലിലോട്ട് വരുന്നുണ്ട് ബ്രോ, ഫോർ ഷുവർ. താങ്ക് യു സോ മച്ച്. മീൻസ് എലോട്ട്. ഞാൻ നമ്മുടെ ഇവിടെ ആകെ ചെയ്യുന്നത് Almost 5K channel. പാട്ട് പാടുന്നുണ്ട്. വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. നിങ്ങൾ ലൈവിൽ ചാറ്റ് വന്നിട്ട് ആര് പാട്ട് പറഞ്ഞാലും നമ്മൾ ആ പാട്ട് പാടാൻ വേണ്ടി ശ്രമിക്കും. നല്ല രീതിയിൽ നമ്മൾ പാടാൻ ശ്രമിക്കും. ഒരു സെക്കൻഡ് കേസ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടെ. ലൈവിൽ ആർക്കെങ്കിലും പാടണമെങ്കിൽ വന്ന് നമുക്ക് ലൈവിൽ പാടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ജോയിൻ ടൈപ്പ് ചെയ്താൽ നമ്മുടെ ലൈവില് അപ്പോൾ ഒരു ലിങ്ക് വരും. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ലൈവിൽ കയറിയിട്ട് ഇപ്പൊ ഞാൻ പാടിയ എഫക്റ്റിൽ തന്നെ നമുക്ക് ലൈവിൽ പാട്ട് പാടാനും പറ്റും. ഇതാണ് നമ്മുടെ ലൈവിൽ ആകെയുള്ളത്. കുറെ പബ്ജി കളിക്കും. പബ്ജി ഇങ്ങനെ കളിക്കുന്നുണ്ടാവും. ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ എല്ലാവരും സംസാരിച്ച് ഇങ്ങനെ പബ്ജി കളിക്കുന്നുണ്ടാവും. ഇതിൽ ഇതൊന്നും ചെയ്യാൻ പറ്റൂലേ. വേറെ ഒന്നും നമുക്ക് എന്റെ പോലെ കണ്ണീന്നൊക്കെ വെള്ളം പറ്റും. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു മൊമെന്റാ. ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ ഗൈസ്, ഒരു സെക്കൻഡ്. ഞാനൊന്ന് സ്ക്രീൻ ഹൈഡ് ചെയ്യുവാണേ. ബാറ്റ്മാൻ റൈഡ് നിങ്ങളെ ഇവിടെ ഈ കാണുന്നവരെല്ലാവരും ലൈവില്ലല്ലോ. എന്താ പറയാ ഇല്ല ആരും. അയ്യോ വെയിറ്റ് 5 പേരൊക്കെ വാച്ച് ചെയ്യുന്ന ചാനലാണ് നമ്മുടെയൊക്കെ. ഈ 4 പേര് ഞാൻ എടുക്കുന്നില്ല. എനിക്ക് അറിഞ്ഞൂടാ ഇത് പോവോന്ന്. ബ്രോ നിങ്ങൾക്ക് എന്നെ ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടെ ഗൈസ്. എനിക്കിത് ഇപ്പൊ മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട്. സൂപ്പർ ചാറ്റ് ചെയ്തിട്ട് സെറ്റ് കളിയാ. $5 മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അജീഷ് ബ്രോ താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ്.